ഗൈസ് റിട്രോ ഡയറക്റ്റഡ് ബൈ കാർത്തിക് സുബ്രാജ്. കൊള്ളാം, അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ പണം ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും കാർത്തിക് സുബ്രാജിന്റെ പടത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വണ്ടർ അത് ഇതിനകത്തില്ല. അതിന്റെ പ്രധാന കാരണം സ്ക്രിപ്റ്റ് ആണ്. നമ്മൾ കണ്ടു മറന്ന കഥ തന്നെ. അതായത് പറഞ്ഞാൽ ലിയോയുടെ ഒക്കെ കഥയിൽ തന്നെ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വരുത്തി ഒരു കഥ ഉണ്ടാക്കി വെച്ചേക്കുന്നു. പക്ഷെ അതിനകത്ത് സൂര്യ ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തും വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് കിട്ടേണ്ട സാറ്റിസ്ഫാക്ഷൻ പടത്തിൽ കിട്ടത്തില്ല. BGM സ്കോർ ചെയ്തേക്ക് സന്തോഷ് നാരായണനാണ്. പുള്ളിയുടെ പണി ചെയ്തിട്ടുണ്ട്, സൂര്യയുടെ പണി ചെയ്തിട്ടുണ്ട്. ജയറാമിന്റെ റോള് നമ്മൾ ആസ് യൂഷ്വൽ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഉള്ളത് പൂജ ഹെഗ്ഡെ, പുള്ളിക്കാരിയും കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പടം ടോട്ടലി നോക്കുമ്പം എന്താ പറയാ, കണ്ടിരിക്കാൻ പറ്റും. റീസെന്റ് ആയിട്ടൊന്ന് സൂര്യപടങ്ങളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പടമാണ്. എന്നാൽ പോലും സൂര്യനിൽ നിന്ന് കിട്ടേണ്ട ഒരു മാജിക് അത് ഇതിനകത്ത് കിട്ടിയിട്ടില്ല. അത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ സിംഗം 3 മുതൽ ഇങ്ങോട്ടുള്ള പടങ്ങൾ ഒന്നും തന്നെ സൂര്യയുടെ വെർത്ത് വാച്ച് ആയിട്ട് തോന്നുന്നില്ല. കൊള്ളാവുന്ന രണ്ടു പടം പുള്ളി OTT-ലും കൊടുത്തു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഹിറ്റ് കിട്ടിയിട്ട് അപ്പൊ ഏകദേശം 10-12 വർഷത്തോളമായി. 2011-12 ഇറങ്ങിയ സിംഗം 2 ആണ് പുള്ളി ലാസ്റ്റ് ആയിട്ട് ഒരു ബ്ലോക്ക് ബസ്റ്റർ കണ്ടത്. അതിനുശേഷം പിന്നീട് വന്ന സിംഗം 3 100 കോടിക്ക് അടുത്ത് കളക്ഷൻ എടുത്തെങ്കിൽ പോലും ബ്രേക്ക് ഈവൻ ക്രോസ് ചെയ്യാനായിട്ട് പുള്ളിയെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇതിന്റെ പ്രധാന കാരണം പുള്ളി എടുക്കുന്ന മോശം സ്ക്രിപ്റ്റ് സെലക്ഷൻ തന്നെയാണ്. 2000 മുതൽ 2010 കാലഘട്ടം എടുത്താൽ വിജയ് ഡൗൺ ആകുന്ന ഒരു ടൈമുണ്ട്. ഏകദേശം സുറയൊക്കെ ഇറങ്ങിയ ടൈം. ആ ടൈമിൽ പോലും സൂര്യ ആക്ടർ എന്ന നിലയിലും സ്റ്റാർ എന്ന നിലയിലും ടോപ്പ് ലീഗിൽ കയറിയിട്ടുണ്ട്. അതായത് അജിത്തിനും വിജയ്ക്കും പറ്റാത്തൊരു കാര്യം 2010 വരെ സൂര്യയെ കൊണ്ട് പറ്റി. ആ സമയത്ത് കൊമേഴ്ഷ്യൽ സിനിമകളുടെ കൂടെ തന്നെ പുള്ളി കണ്ടന്റ് ഓറിയന്റഡ് ആയ സിനിമകളും ചെയ്തിട്ടുണ്ട്. ഏഴാറിവ് സിനിമയൊക്കെ പക്ക കണ്ടന്റ് ഓറിയന്റഡ് സിനിമയായിട്ട് പോലും അത് നല്ല രീതിയിൽ കളക്ഷൻ അന്ന് ഓടിച്ചു. പക്ഷെ സൂര്യക്ക് പിന്നെ അത് പറ്റിയിട്ടില്ല. സയൻസ് ഫിക്ഷൻ സിനിമയായിട്ടുള്ള മാട്രാൻ കൊണ്ടുവന്ന് നല്ല ഹൈപ്പ് റിലീസായിട്ട് KV ആനന്ദിന്റെ പടം, അതും അയൺ ചെയ്ത് KV ആനന്ദിന്റെ പടം കൊണ്ടുവന്നിട്ട് പോലും പുള്ളിയെ കൊണ്ട് അത് ഒന്നും സക്സസ് ആക്കാൻ പറ്റിയിട്ടില്ല. അത് ഫ്ലോപ്പ് ആയതിന്റെ ആ ഒരു രീതിയിൽ തന്നെയാണ് പുള്ളി സിംഗം സീരീസിലെ വീണ്ടും സിനിമകൾ ചെയ്തത്. സിംഗം സീരീസ് സിനിമകൾ ചെയ്തിട്ട് അതിന്റെ തേർഡ് പാർട്ട് വന്നിട്ട് അതിലും ഓവർ ആക്ടിങ്ങും എന്താ പറയാ ഓവർ മാസം പുള്ളിയെ കൊണ്ട് പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്ത് അതും ഫ്ലോപ്പായി. അതിനുശേഷം പുള്ളിയുടെ കുറച്ചെങ്കിലും ഹോപ്പിൽ അല്ലെങ്കിൽ ഒരു നല്ല ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നു ഈ NGK എന്ന സിനിമ. NGKയിലും ആരാധകർ പ്രതീക്ഷിച്ച കൂട്ട് പുള്ളിയെ കൊണ്ട് പടം ഒപ്പിക്കാൻ പറ്റിയില്ല. അതിനുശേഷം കാപ്പാൻ വന്നപ്പോഴും കാപ്പാനിൽ ലാലേട്ടനുണ്ട്. ഇത് കൂടാതെ ഒരു വമ്പൻ മൾട്ടിസ്റ്റാർ പടം ആര്യ, മോഹൻലാല്, സൂര്യ, ഇങ്ങനെ ഒരു വൻ താരനിര വന്നിട്ട് പോലും സിനിമ പോയില്ല. അതിനു മുന്നേ തന്നെ അക്ഷയ് കുമാറിന്റെ ഒരു വൻ ഹിറ്റായ ഹിന്ദി പടം എടുത്ത് ഇവിടേക്ക് റീമേക്ക് ചെയ്ത് TSK എന്നുള്ള പേരിൽ താനാ ചേർന്ന കൂട്ടം. അതും ഇതേപോലെ തന്നെ അനിരുദ്ധിന്റെ മ്യൂസിക് ഒക്കെ കൊണ്ട് വൻ ഹൈപ്പ്. തുടക്കമേലെ സോങ് ഒക്കെ വൻ ഓളം ഉണ്ടാക്കിയിട്ട് തിയേറ്ററിൽ വന്നപ്പോൾ അതും പോയി. ഇതിന്റെ എല്ലാം കാരണം സൂര്യ എടുക്കുന്ന മോശം സ്ക്രിപ്റ്റ് സെലക്ഷൻ അല്ലെങ്കിൽ മോശം ഒരു പുള്ളിയുടെ ഡിസിഷൻസ് ഇങ്ങനെ ആക്കുന്നത്. ഉദാഹരണത്തിന് ശിവയെ വെച്ച് കങ്കുവ പോലൊരു വൻ ഹൈ ബഡ്ജറ്റ് പടം, പുള്ളിയുടെ തന്നെ എന്താ പറയുക എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കാഴ്ചവെക്കേണ്ട ഒരു പടം, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ബോഡി സെറ്റാക്കി പുള്ളിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തു. എന്നിട്ട് പോലും പുള്ളിയുടെ എഫേർട്ടിന് വില കിട്ടുന്നില്ല. എങ്ങനെ വില കിട്ടുമോ? ഇത്രയും നല്ലൊരു ബഡ്ജറ്റിൽ ഹൈപ്പിൽ ഒരു പടം ഇറങ്ങുമ്പോൾ പണം ഡിസാസ്റ്റർ ആയാലും എങ്ങനെ ഇങ്ങേരുടെ എഫേർട്ടിന് വില കിട്ടും? 5-ാം സിനിമയിൽ പോലും പുള്ളിയുടെ ലുക്കും ആ ഒരു സെറ്റപ്പും എല്ലാം കൊണ്ട് നല്ല ഹൈപ്പിലാണ് പടം വന്നത്. പക്ഷെ പടം ഫാൻസ് വിചാരിക്കുന്നിടത്ത് കിട്ടുന്നില്ല. ആ റീസൺ കൊണ്ടാണ് സൂര്യക്ക് ഒന്നും പറ്റാതെ പോകുന്നത്. ഈ ഒരു 10-15 കൊല്ലത്തിനിടയിൽ സൂര്യ ഒരു ഓളം ഉണ്ടാക്കിയെടുത്തത് റോളക്സ് എന്നുള്ള ആ ഒരു ഒറ്റ ക്യാരക്ടർ കൊണ്ടാണ്. അല്ലെങ്കിൽ ലോകേഷിന്റെ കൂടെ സൂര്യക്ക് ഒരു പടം വേണം. അതിന് എന്ന് വരുമെന്ന് പോലും ഒരു പിടിയില്ല. അല്ലാതെ സൂര്യക്ക് ആ കൂടെ ഹിറ്റ് അടിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഒരു പടം വന്നതെന്ന് പറഞ്ഞാൽ സുറൈപോട്ടറും ജയ്ബിയുമായിരുന്നു. അത് രണ്ടെണ്ണം എടുത്ത് പുള്ളി OTT-ലും കൊടുത്തു. ഇനി സൂര്യക്ക് ഒരു കംബാക്ക് കിട്ടണമെങ്കിൽ എന്ത് പറയാ, ജെയിംസ് കാമറൂൺ വന്നാൽ പോലും പുള്ളിക്ക് ഇനി ഒരു കംബാക്ക് കിട്ടുമോ? പുള്ളി എടുക്കുന്ന ഡിസിഷൻസേ ശരിയല്ല. ഒരു സമയത്ത് പുള്ളിക്ക് കിട്ടിയ പടമായിരുന്നു നമ്മുടെ കൈതി റിജക്ട് ചെയ്തിട്ട് പുള്ളി ആ സമയത്ത് വേറെ ഏതോ പടം ചെയ്ത് ആ സിനിമ അനിയനായ കാർത്തി ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ ആയി. അതേപോലെ തന്നെ സൂര്യയുടെ കൈ കിട്ടിയ ഒരു പടമായിരുന്നു ലിംഗസ്വാമി സംവിധാനം ചെയ്ത പയ്യ. ആ പടവും സൂര്യ അനിയനായ കാർത്തിക് സജസ്റ്റ് ചെയ്തിട്ട് പുള്ളി ഏതോ ഒരു ബോംബോടത്തിൽ അഭിനയിച്ചു. ഇങ്ങനെ പുള്ളി നല്ല പടങ്ങൾ റിജക്ട് ചെയ്തതാണ് ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയിൽ വന്നത്. ഇനി പുള്ളി നല്ല പടം ചെയ്താൽ പോലും ഓടുമോ എന്നുള്ള കാര്യം സംശയമായി വരികയാണ്. നാൾക്ക് നാൾ സൂര്യനിൽ നിന്നുള്ള ഒരു കംബാക്ക് വീണ്ടും സൂര്യയുടെ കംബാക്ക് ഇത് പറഞ്ഞു തന്നെ ഇപ്പൊ കുറെ കാലമായി. ആക്ച്വലി പുള്ളി ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം സിനിമയിൽ ചെയ്തു വെക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം പുള്ളി ചെയ്യുന്നുണ്ട്. പക്ഷെ സ്ക്രിപ്റ്റ് വീക്ക് ആകുമ്പോൾ എങ്ങനെ ഒരു മനുഷ്യനെ ഈ അതിനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും? അതാണ് സൂര്യക്ക് വരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. എന്തായാലും ഇനി വരുന്നത് RJ ബാലാജിയുടെ ഉള്ള ഒരു മൂവിയാണ്. അതെങ്കിലും ഹിറ്റ് ആവുമെന്ന് കരുതാം. ഇതും കൂടാതെ സുധാ കൊങ്കരയുടെ കൂടെ, അതായത് ഇപ്പൊ നമ്മുടെ ശിവകാർത്തികേയൻ ചെയ്യുന്ന മദ്രാസ് എന്നുള്ള പടം, അത് ഓൾറെഡി മദിരാശി എന്നുള്ള പടം ഓൾറെഡി വന്നത് സൂര്യക്കാണ്. സൂര്യ ദുൽഖർ ഈ രണ്ടുപേരും ചെയ്യാനിരുന്ന പടം ഇപ്പൊ ആണ്ട ശിവകാർത്തികേയനും ജയം രവിയും കൂടെ ചെയ്യുന്നു. അത് വലിയൊരു ഒരു ഫോൾട്ടാണ് സൂര്യ ചെയ്തത്. ആ ഒരു ഡിസിഷൻ ശരിയല്ല.
അതേപോലത്തെ ഒരു പണം മിസ്സാക്കിയിട്ടായിരിക്കും സൂര്യ ഈ കങ്കു പോലുള്ള പടത്തിലൊക്കെ കയറി കമ്മിറ്റ് ആയത്. RJ ബാലാജിയുടെ പടം എന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഓൾറെഡി ഇതിനു മുന്നേ അതിനെ മൂക്കുത്തിയമ്മൻ, അതുപോലത്തെ ഒരു പടമൊക്കെ ആയിട്ട് സൂര്യ വന്നാൽ ഒരിക്കലും ഒരു വലിയ ഡിജിറ്റ് ഒന്നും സ്കോർ ചെയ്യാൻ പുള്ളിയെ കൊണ്ട് പറ്റാതാവും. എന്തായാലും സൂര്യയുടെ ഈ ഒരു കംബാക്ക് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.